വയനാട് പുൽപ്പള്ളി ബാങ്കിലെ വായ്പാ തട്ടിപ്പിൽ ആരോപണ വിധേയനായ KPCC ജനറൽ സെക്രട്ടറി KK എബ്രഹാമിന്റെ വീട്ടിലേക്ക് രാജേന്ദ്രൻ നായരുടെ മൃതദേഹവുമായി നാട്ടുകാർ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. ഇതേ തുടർന്ന് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ബാങ്കിന് മുന്നിൽ മൃതദേഹവുമായി പ്രതിഷേധിച്ചു. തുടർന്ന് തഹസിൽദാർ നടത്തിയ ചർച്ചയെ തുടർന്ന് പ്രതിഷേധക്കാർ സമരം അവസാനിപ്പിച്ചു. കേസിൽ ഉടൻ കുറ്റപത്രം നൽകുമെന്ന് വയനാട് കുറിച്ച് നീതിപൂർവവും വസ്തുനിഷ്ഠവും യുക്തിസഹവുമായ അന്വേഷണം നടത്തി നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണം. ഈ പ്രശ്നത്തിൽ എന്നെ വേട്ടയാടുന്നവർ ഒരു കാര്യം മനസ്സിലാക്കാറുള്ളത്, അർജന്റീന തോറ്റാലും ബ്രസീൽ കപ്പ് നേടുമെന്ന് എന്നെ വേട്ടയാടുന്നവർ വിചാരിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ വയനാട്ടിൽ പ്രത്യേകിച്ച് പുൽപ്പള്ളി മുള്ളംകൊല്ലി മേഖലയിൽ കുടിയേറ്റ ജനത അതിതീവ്രമായ അതിഗുരുതരമായ പ്രതിസന്ധി നേരിട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയത്. അന്ന് ബാങ്കിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് ഞാൻ 4000-ഓളം ആളുകൾക്ക് ഞാൻ വായ്പ കൊടുത്തിട്ടുണ്ട്. 70 കോടി രൂപയിലേറെ ഞാൻ വായ്പ കൊടുത്തിട്ടുണ്ട്. അത് എല്ലാ വായ്പകളും അത് സഹകരണ വകുപ്പിൻ്റെ നിയമത്തിനും ചട്ടത്തിനും വിധേയമായി മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആധാരം, അടിയാധാരം, നികുതി ചീട്ട്, കൈവശ സർട്ടിഫിക്കറ്റ്, കുടിക്കട സർട്ടിഫിക്കറ്റ് ഇതെല്ലാം വെച്ച് ഗഹാൻ ചെയ്ത് കൃത്യമായ ലീഗൽ അഡ്വൈസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ വായ്പ കൊടുത്തിട്ടുള്ളത്. വായ്പ കൊടുക്കാനുള്ള ഉത്തരവാദിത്തമാണ് എനിക്കുള്ളത്. ആ വായ്പക്കാർ ആ പണം എന്ത് ചെയ്യുന്നു എന്ന് അവരുടെ പിറകെ നടന്ന് അതിന് കമ്മീഷൻ പറ്റുന്ന ജോലി എനിക്കില്ല. ഞാൻ വളരെ കൃത്യമായി നിയമപരമായി സത്യസന്ധമായാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്നെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ പൊതുസമൂഹത്തിന് ഞാൻ വിടുകയാണ്. കേസിൽ ഉടൻ കുറ്റപത്രം നൽകുമെന്ന് വയനാട് വിജിലൻസ് DYSP CV തോമസ് അറിയിച്ചു. അതേസമയം പോലീസ് കസ്റ്റഡിയിലെടുത്ത KK എബ്രഹാമിനെ ദേഹാസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താൻ നിരപരാധിയാണെന്നും വായ്പ നൽകിയത് മനുഷ്യത്വപരമായ നിലപാട് സ്വീകരിച്ചാണെന്നും KK എബ്രഹാം ന്യൂസ് 18നോട് നേരത്തെ പ്രതികരിച്ചിരുന്നു. കോൺഗ്രസിലെ ഒരു വിഭാഗവും രാഷ്ട്രീയ എതിരാളികളുമാണ് തനിക്കെതിരെ ആരോപണം ഉയർത്തുന്നതെന്നും KK എബ്രഹാം പറഞ്ഞു. അതേസമയം വായ്പാ തട്ടിപ്പിൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസിന്റെ ആവശ്യം ശക്തമാണ്. പാർട്ടി ഭരിക്കുന്ന ബാങ്കിലെ വായ്പാ തട്ടിപ്പ് ഗൗരവമായി അന്വേഷിക്കണമെന്ന് KPCC അംഗവും മുൻ DCC പ്രസിഡന്റുമായ KL പൗലോസ് ആവശ്യപ്പെട്ടു. ബാങ്കിൻ്റെ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു പ്രശ്നം ആണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആരോപണം ഉയർന്ന നിലയ്ക്ക് പാർട്ടി നേതൃത്വം അത് ഗൗരവമായി എടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത്തരത്തിൽ ഇത്രയും ദാരുണമായ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ കാര്യങ്ങളെ ഗൗരവത്തോടു കൂടി തന്നെ പാർട്ടി കാണുകയും അന്വേഷിക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷ്, ഇപ്പോൾ എന്താണ് പ്രതിഷേധം തൽക്കാലം അവസാനിപ്പിച്ചു എന്ന് പറയുന്നു. കോൺഗ്രസിനുള്ളിൽ തന്നെ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. എന്താണ് അവിടുത്തെ ഒരു പൊതു അവസ്ഥ? കിരണ്, ഇപ്പോൾ സമരം പ്രതിഷേധമായിരുന്നു. അതായത് രാജേന്ദ്രൻ നായരുടെ മൃതദേഹവുമായി ഇന്ന് KK എബ്രഹാമിന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നായിരുന്നു ആദ്യം ജനകീയ സമരസമിതി അറിയിച്ചിരുന്നത്. എന്നാൽ മാർച്ച് ടൗണിലെത്തി അതിനുശേഷം വീട്ടിലേക്ക് പോകാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ പോലീസ് തടഞ്ഞു. തുടർന്ന് ഇതിൽ പ്രതിഷേധിച്ച് സമരസമിതിയുടെ നേതൃത്വത്തിൽ മൃതദേഹം ബാങ്കിന് മുന്നിൽ വെച്ച് പ്രതിഷേധം തുടർന്ന് തഹസിൽദാർ ഉൾപ്പെടെ എത്തി ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരമുണ്ടാവും, ഈ സമരസമിതിയും ഇവരുടെ വീട്ടുകാരും ഒക്കെ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ ന്യായമായ കാര്യങ്ങളുണ്ടാവും, സർക്കാരിനെ അറിയിക്കേണ്ടത് അടിയന്തരമായി അറിയിക്കും തുടങ്ങിയ തീരുമാനങ്ങൾ എഴുതി നൽകി രേഖാമൂലം നൽകിയതിനു ശേഷമാണ് താൽക്കാലികമായി പ്രതിഷേധം അവസാനിപ്പിച്ചത്. തുടർന്നാണ് മൃതദേഹം സംസ്കരിക്കാൻ ചെമ്പകമൂലയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. ഇതിനിടയിൽ തന്നെ CPMന്റെ നേതൃത്വത്തിൽ കർഷക സംഘം രാവിലെ മുതൽ 2 ദിവസമായി ഈ ബാങ്ക് ഉപരോധിക്കുന്നുണ്ട്. BJP ഉൾപ്പെടെ ആം ആദ്മി, വിവിധ സംഘടനകളൊക്കെ തന്നെ ജനകീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ പ്രതിഷേധവുമായി ബാങ്കിന് മുന്നിൽ എത്തിയിരുന്നു. ഇതിനിടയിൽ ഇന്നലെ രാത്രി KK എബ്രഹാമിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇപ്പോൾ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആദ്യം ബത്തേരി താലൂക്ക് ആശുപത്രിയിലായിരുന്നു. എന്തായാലും ഇത് സംബന്ധിച്ച് ഇദ്ദേഹം ഉൾപ്പെടെ 1-ാം പ്രതിയായി 10 പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് വിജിലൻസ് SP അറിയിച്ചിട്ടുണ്ട്. ഇത് 2019 ഒരു കേസാണ്. ആ കേസ് പ്രകാരമാണ് ഇപ്പോൾ ഇവർക്ക് കുറ്റപത്രം നൽകിയിട്ടുള്ളത്.
എന്തായാലും രാജേന്ദ്രൻ നായരുടെ മരണത്തോടെ ഈ വായ്പാ തട്ടിപ്പ് വിജിലൻസ് കണ്ടെത്തിയ 38 കർഷകരെ പറ്റിച്ച വായ്പാ തട്ടിപ്പ് കേസിലെ പുതിയ വഴിത്തിരിവാവുകയാണ്. പുതിയ FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഓരോ വെവ്വേറെ ഈ വിഷയങ്ങളിൽ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണം നടത്തണമെന്നാണ് സമരസമിതിയും നാട്ടുകാരും ഒക്കെ ആവശ്യപ്പെടുന്നത്. കോൺഗ്രസിലും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു കഴിഞ്ഞു. പ്രാദേശികമായി ഗ്രൂപ്പ് വഴക്കുകൾ പോലും ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വലിയ പ്രതിഷേധമുണ്ട്. KPCCയുടെ അംഗമായ KL പൗലോസ് പ്രത്യക്ഷത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അത്തരത്തിൽ കോൺഗ്രസിലും വലിയ പ്രതിഷേധം വ്യാപകമായിട്ടുണ്ട്. ഈ വിഷയത്തിൽ ബത്തേരി MLA യും DCC പ്രസിഡന്റും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അത്തരം സാഹചര്യം കൂടെ നിലനിൽക്കുന്നു. കിരൺ. ശരി, രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. നാളെയും മറ്റന്നാളും പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും ജൂൺ 3-ന് പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. വ്യാഴാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. അടുത്ത മാസം 10 മുതൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുമെന്ന് സർക്കാർ. ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. 52 ദിവസം നിരോധനം ഏർപ്പെടുത്തി വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തു. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ LDF-ഉം UDF-ഉം ഒപ്പത്തിനൊപ്പം. 19 വാർഡുകളിൽ 9 എണ്ണം LDF വിജയിച്ചപ്പോൾ UDF 8 വാർഡിലും BJPക്ക് 1 സീറ്റിലും വിജയം കാണാനായുള്ളൂ. LDF-ഉം UDF-ഉം 4 സീറ്റുകൾ വീതം പിടിച്ചെടുത്തു. 1 സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 2ാം വാർഷികാഘോഷങ്ങൾക്കും പ്രതിപക്ഷമുയർത്തിയ അഴിമതി ആരോപണങ്ങൾക്കുമിടെ നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ 76.51% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഇടതു പിന്തുണയുള്ള 2 സ്വതന്ത്രരടക്കം 9 ഇടങ്ങളിൽ LDF വിജയം സ്വന്തമാക്കി. പാലക്കാട് പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിലെ 8ാം വാർഡിൽ AV ഗോപിനാഥന്റെ പിന്തുണയോടെ R ഭാനുരേഖ വിജയിച്ചു. ഇവിടെ കോൺഗ്രസിനും CPIക്കും സ്ഥാനാർത്ഥിയുണ്ടായിരുന്നില്ല. കോഴിക്കോട് പുതുപ്പാടി കണലാട് വാർഡ് UDF-ൽ നിന്നും, എറണാകുളം നെല്ലിക്കുഴി 6ാം വാർഡും കൊല്ലം അഞ്ചൽ പഞ്ചായത്ത് തഴമേൽ വാർഡും BJP-ൽ നിന്നും CPM പിടിച്ചെടുത്തു. മണിമല മുക്കട, പാലക്കാട് ലക്കിടി പേരൂർ അകലൂർ ഈസ്റ്റ്, തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട, ചേർത്തല നഗരസഭ 11ാം വാർഡ് എന്നിവ LDF നിലനിർത്തി. മുതലമട പറയമ്പള്ളം വാർഡ്, കണ്ണൂർ ചെറുതാഴം പഞ്ചായത്ത് 16ാം വാർഡ് എന്നിവ UDF പിടിച്ചെടുത്തു. കോട്ടയം നഗരസഭ പുത്തൻതോട്, കിളിമാനൂർ പഴയകുന്നുമേൽ കാനാറ വാർഡ്, പാലക്കാട് കരിമ്പ, കോഴിക്കോട് ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിലെ 7ാം വാർഡ് എന്നിവ UDF നിലനിർത്തി. പാലക്കാട് കാഞ്ഞിരപ്പുഴ കല്ലമല വാർഡ് LDF-ൽ നിന്ന് BJP പിടിച്ചെടുത്തു. 2 സിറ്റിംഗ് സീറ്റുകൾ BJPക്ക് നഷ്ടമായി. ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ നേട്ടം രാഷ്ട്രീയമായി ഉയർത്തിക്കാട്ടി മുന്നോട്ടു പോകാനാണ് മുന്നണികളുടെ നീക്കം. ന്യൂസ് 18 തിരുവനന്തപുരം. 4ാം ദിവസവും ദൗത്യസംഘത്തിന് പിടികൊടുക്കാതെ അരിക്കൊമ്പൻ. മേഘമല വനാതിർത്തിയിലൂടെയാണ് അരിക്കൊമ്പന്റെ ഇപ്പോഴത്തെ സഞ്ചാരം. ജനവാസ മേഖലയിൽ തിരികെ എത്തിയാൽ ദൗത്യസംഘം ആനയെ മയക്കുവെടിവെച്ച് പിടികൂടും എന്നുള്ള നിലപാടിലാണ്. ഏതാനും ദിവസങ്ങളായി കൂതനാച്ചി വനമേഖലയിലൂടെയാണ് അരിക്കൊമ്പന്റെ സഞ്ചാരം. കഴിഞ്ഞ ദിവസം ഷൺമുഖ നദി പരിസരത്തെത്തിയ കൊമ്പൻ ജലാശയത്തോട് ചേർന്നുള്ള വനപ്രദേശത്താണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. വെള്ളവും ഭക്ഷണവും ലഭ്യമായതോടെ അരിക്കൊമ്പന്റെ ആരോഗ്യസ്ഥിതിയും മെച്ചപ്പെട്ടെന്നാണ് വനംവകുപ്പ് നൽകുന്ന വിവരം. അതേസമയം ആന വീണ്ടും ജനവാസ മേഖലയിലെത്തിയാൽ പിടികൂടുന്നതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ആനയെ വനമേഖലയിൽ നിരീക്ഷിക്കുന്നതിനായി വിദഗ്ധ പരിശീലനം ലഭിച്ച ആദിവാസി വാച്ചർമാരും ദൗത്യസംഘത്തിനൊപ്പം ചേർന്നു. മയക്കുവെടി വയ്ക്കുന്നതിനുള്ള ടീമും ഡോക്ടർമാരും അടക്കമുള്ളവർ കമ്പത്ത് തുടരുകയാണ്. ന്യൂസ് 18 കമ്പം. അരിക്കൊമ്പന് ചികിത്സയും സംരക്ഷണവും ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. 2020 ചീഫ് കോർഡിനേറ്റർ സാബു M ജേക്കബ് നൽകിയ ഹർജിയാണ് തള്ളിയത്. കൊമ്പനെ തമിഴ്നാട്ടിലെ ഉൾക്കാട്ടിലേക്ക് തമിഴ്നാട് വനം വകുപ്പ് കൊണ്ടുവിട്ടുകൊള്ളുമെന്ന് ഹർജി പരിഗണിക്കവേ കോടതി വ്യക്തമാക്കി. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന് തമിഴ്നാട്ടിലെ വിഷയത്തിൽ എന്ത് കാര്യമെന്നും കോടതി ചോദിച്ചു. അരിക്കൊമ്പൻ വിഷയത്തിൽ തമിഴ്നാട് വനം വകുപ്പിനാണ് എന്ത് നടപടി സ്വീകരിക്കണമെന്ന വിഷയത്തിൽ നിയമപരമായ അധികാരമെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി സാബു M ജേക്കബിന്റെ ഹർജി തള്ളുകയായിരുന്നു. ഹർജിക്കാരന് വേണമെങ്കിൽ മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കി. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 2 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. വണ്ടിപ്പെരിയാർ മഞ്ചുമലയിലെ അനിത, വസന്തമാല എന്നിവർക്കാണ് പരിക്കേറ്റത്. രാവിലെ തേയിലത്തോട്ടത്തിൽ ജോലിക്കെത്തിയപ്പോഴായിരുന്നു ആക്രമണം. ഇരുവരെയും വണ്ടിപ്പെരിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. കാട്ടുപോത്തിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ തേയിലത്തോട്ടത്തിൽ വീണ് 4 പേർക്ക് കൂടി പരിക്കേറ്റു. മേഖലയിൽ കാട്ടുപോത്ത് സ്ഥിരമായി എത്താറുണ്ടെങ്കിലും ആദ്യമായാണ് ആക്രമണം ഉണ്ടായതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഗുസ്തി താരങ്ങളുടെ സമരത്തിൽ ഇടപെട്ട അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയും യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗും
സമരം ചെയ്യുന്ന താരങ്ങളുമായി IOC ഭാരവാഹികൾ ചർച്ച നടത്തും. താരങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുമെന്നും കേസിൽ പക്ഷപാതമില്ലാതെ അന്വേഷണം നടത്തുമെന്നും ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന് IOA നിർദ്ദേശം നൽകി. മാസങ്ങളായി സമരത്തെ നിരീക്ഷിക്കുകയാണെന്നും ഗുസ്തി താരങ്ങളുടെ അറസ്റ്റ് ചെയ്ത രീതിയെയും അപലപിക്കുന്നുവെന്നും യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് പറഞ്ഞു. സംഭവത്തിൽ നിഷ്പക്ഷ അന്വേഷണം നടത്തി നടപടിയെടുക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് വൈകിയാൽ സംഘടനയ്ക്കെതിരെ നടപടി കൈക്കൊള്ളുമെന്നും യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് അറിയിച്ചു. ഗുസ്തി താരങ്ങളുടെ അവകാശങ്ങൾക്കായി സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ്. നാളെ രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കും. അതേസമയം ജൂൺ 5-ന് RSSും മഹന്തുകളും ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ പിന്തുണച്ച അയോധ്യയിലേക്ക് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗുസ്തി താരങ്ങൾക്ക് പിന്തുണയുമായി നടൻ ടൊവിനോ തോമസ്. അന്താരാഷ്ട്ര വേദികളിൽ രാജ്യത്തിന്റെ യശസ് ഉയർത്തിപ്പിടിച്ചവരാണ് കായിക താരങ്ങൾ. ഒരു ജനതയുടെ മുഴുവൻ പ്രതീക്ഷകളും വിജയത്തിന്റെ നിറം നൽകിയവർ. ആ പരിഗണനകൾ വേണ്ട. രാജ്യത്തെ ഏതൊരു സാധാരണക്കാരനും അർഹിക്കുന്ന നീതി ഇവർക്ക് ലഭിക്കാതെ പോയിക്കൂടാ. എതിർപക്ഷത്ത് നിൽക്കുന്നവർ ശക്തരായതുകൊണ്ട് ഇവർ തഴയപ്പെടുകയാണെന്നും ടൊവിനോ തോമസ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. BJPയുടെ മഹാജനസമ്പർക്ക് ക്യാമ്പയിന് ഇന്ന് തുടക്കം. രാജസ്ഥാനിലെ അജ്മീറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റാലിയെ അഭിസംബോധന ചെയ്യും. സർക്കാരിന്റെ 9ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് റാലി. 9 വർഷത്തെ ഭരണ നേട്ടങ്ങൾ അടിസ്ഥാനമാക്കി കേന്ദ്രമന്ത്രിമാരും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും വാർത്താ സമ്മേളനം നടത്തും. ലണ്ടന് പിന്നാലെ US-ലെ സാൻ ഫ്രാൻസിസ്കോയിലും കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചും പ്രധാനമന്ത്രിയെ പരിഹസിച്ചും രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രി അറിവുള്ളവനായി നടിച്ച് ശാസ്ത്രജ്ഞരെയും സൈനികരെയും വരെ ഉപദേശിക്കുന്നു എന്നായിരുന്നു പരിഹാസം. പ്രപഞ്ചത്തെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് ദൈവത്തിന് വരെ പ്രധാനമന്ത്രി ഉപദേശിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ ശക്തമായാണ് BJP കേന്ദ്രങ്ങൾ പ്രതിഷേധിച്ചത്. വിദേശത്ത് പോയി രാഹുൽ ഗാന്ധി വീണ്ടും ഇന്ത്യയെ അപമാനിച്ചെന്നാണ് BJPയുടെ ആരോപണം. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിനെതിരെ ഖാലിസ്ഥാൻവാദികൾ സാൻ ഫ്രാൻസിസ്കോയിൽ പ്രതിഷേധിച്ചു. 10 ദിവസത്തെ സന്ദർശനത്തിനായാണ് രാഹുൽ ഗാന്ധി ഇന്നലെ അമേരിക്കയിലെത്തിയത്. ആദ്യ ദിനം സാൻ ഫ്രാൻസിസ്കോയിലായിരുന്നു പൊതുപരിപാടി. സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യവെയാണ് കേന്ദ്ര സർക്കാരിനെയും BJPയെയും പ്രധാനമന്ത്രിയെയും രൂക്ഷമായി വിമർശിച്ചത്. BJPയുടെ അല്പതരത്തിന്റെയും മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാൻ അവർ തയ്യാറല്ല എന്നതിന്റെയും തെളിവാണ് പ്രധാനമന്ത്രിയുടെ ഉപദേശ പരിപാടികളെന്നായിരുന്നു രാഹുലിന്റെ പരിഹാസം. And at the heart of it is mediocrity. That they actually don't understand anything. Because in life you cannot understand anything if you're not ready to listen. BJP കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും അധികാരം ദുർവിനിയോഗം ചെയ്യുന്നുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ജനങ്ങളുമായി സംവദിക്കാനുള്ള മാർഗങ്ങളെല്ലാം BJPയുടെ നിയന്ത്രണത്തിലായതോടെയാണ് ഭാരത് ജോഡോ യാത്ര വേണ്ടിവന്നതെന്നും രാഹുൽ പറഞ്ഞു. There's something, the biggest lesson I learned from Bharat Jodo Yatra, that there is something to learn from everybody. രാജ്യത്തെ ദരിദ്രരും പിന്നാക്ക സമുദായത്തിലുള്ളവരും ഇന്ന് നിസ്സഹായരാണ്. വെറുപ്പിന്റെ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ ജനത വിശ്വസിക്കുന്നില്ല. സംവിധാനത്തെയും മാധ്യമങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു ചെറു സംഘം ആളുകളാണ് വെറുപ്പിന്റെ കണ്ണിൽ ആളിക്കത്തിക്കുന്നതെന്ന് പറയാനും രാഹുൽ മടിച്ചില്ല. They don't believe in hating each other. They don't believe in killing each other. This is a small group of people who have got control of the system, who've got control of the media, and who are fully supported by, big money. Right? But this is not the large mass of Indian people. രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിനെതിരെ ശക്തമായി BJP പ്രതികരിച്ചത്. ഇതാദ്യമായല്ല രാഹുൽ വിദേശ മണ്ണിൽ ഇന്ത്യയെ അപമാനിക്കുന്നതെന്നായിരുന്നു കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറിന്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ദ ബോസ് എന്ന് വിശേഷിപ്പിച്ചത് അംഗീകരിക്കാനുള്ള മടിയാണ് രാഹുലിന്റെ പ്രസംഗത്തിൽ വ്യക്തമാകുന്നതെന്ന് അനുരാഗ് ഠാക്കൂർ ആരോപിച്ചു. राहुल गांधी जी की हर विदेश यात्रा भारत का अपमान करने में कहीं पीछे नहीं रहती और इस बार की प्रायोजित ये विदेश यात्रा भी उसी दिशा में है जहां वो अपमान तो प्रधानमंत्री मोदी जी का करना चाहते हैं, लेकिन अंत में देश का अपमान करने से नहीं हटते। पूर्व में भी आप देखें वो भारत को एक राष्ट्र ही नहीं मानते, वो तो राज्यों का संघ कहते हैं. സാൻ ഫ്രാൻസിസ്കോയിൽ മുഹബത്ത് കി ദുകാൻ എന്ന പേരിട്ട പൊതുപരിപാടിയിലാണ് രാഹുൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത്. ഈ പരിപാടിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഖാലിസ്ഥാൻവാദികൾ മുദ്രാവാക്യം വിളിക്കുകയും ബാനറുകൾ ഉയർത്തുകയും ചെയ്തു. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന വിവിധ പൊതുപരിപാടികളിൽ രാഹുൽ ഗാന്ധി വരും ദിവസങ്ങളിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
ഡൽഹിയിലെ PFI അനുകൂല സംഘടനകളെ സഹായിച്ചിരുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ തേടി NIA സംഘം കേരളത്തിൽ. ഡൽഹിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്കൊപ്പം കൊച്ചി NIA യൂണിറ്റിലെ ഉദ്യോഗസ്ഥരും പുലർച്ചെ മുതൽ തുടങ്ങിയ മിന്നൽ പരിശോധനകളുടെ ഭാഗമാണ്. സംസ്ഥാനത്ത് 5 ഇടങ്ങളിലായിരുന്നു കേന്ദ്ര ഏജൻസികളുടെ സംയുക്ത പരിശോധന. ന്യൂസ് 18 ഇൻസൈഡ് സ്കോപ്പ്. ഡൽഹിയിലെ PFI അനുകൂല സംഘടനകൾക്ക് ഹവാല ഇടപാടിലൂടെ സഹായം ചെയ്തു നൽകിയ കേരളത്തിലെ സ്രോതസ്സുകൾ തേടിയാണ് ഡൽഹിയിൽ നിന്നുള്ള NIA സംഘം കേരള പോലീസിന്റെ സഹായത്തോടെ 5 ജില്ലകൾ കേന്ദ്രീകരിച്ച് വ്യാപക പരിശോധന നടത്തിയത്. പുലർച്ചെ 4:30 കേരള പോലീസിന്റെ സഹകരണത്തോടെ നടത്തിയ റെയ്ഡ് ഉച്ചയോടെ അവസാനിച്ചു. മലപ്പുറത്ത് 2, കോഴിക്കോട്, കാസർഗോഡ്, തിരുവനന്തപുരം ജില്ലകളിൽ ഓരോ കേന്ദ്രങ്ങളിലുമായിരുന്നു പരിശോധന. തിരുവനന്തപുരത്ത് NIA റെയ്ഡ് നടത്തിയത് ടെക്നോ പാർക്ക് ജീവനക്കാരന്റെ വസതിയിലാണ്. ചിറയൻകീഴ് സ്വദേശിയായ മുഹമ്മദ് ഷിയാസിന്റെ വീട്ടിൽ പുലർച്ചെ എത്തിയ അന്വേഷണ സംഘം PFI അനുകൂല സംഘടനകൾക്ക് IT പ്രൊഫഷണൽ ആയ ഷിയാസ് ചെയ്ത് നൽകിയ വഴിവിട്ട സഹായങ്ങളുടെ രേഖകൾ പിടിച്ചെടുത്തു. ഇതിനു പുറമെ സംസ്ഥാന വ്യാപകമായി നടന്ന പരിശോധനയിൽ ഹവാല ഇടപാടുകളുടെ രേഖകൾ പിടിച്ചെടുത്തതായാണ് ദേശീയ അന്വേഷണ ഏജൻസി നൽകുന്ന സൂചന. ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്ത ക്രൈം നമ്പർ RC31/2022 കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസിയുടെ മിന്നൽ പരിശോധന. സേവന പ്രവർത്തനങ്ങൾക്കെന്ന പേരിൽ കേരളത്തിലേക്ക് വിദേശത്തു നിന്നും അനധികൃതമായി എത്തുന്ന വൻ സാമ്പത്തിക സംഭാവനകൾ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതായുള്ള സൂചനകളും NIAക്ക് ലഭിച്ചിട്ടുണ്ട്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവം ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് സംസ്ഥാനത്തെ സ്കൂളുകൾ. സ്കൂളുകളിലെ മതിലുകളിൽ മനോഹരമായ ചിത്രങ്ങൾ വരച്ചും സ്കൂൾ വഴിയിലേക്ക് തോരണങ്ങൾ തൂക്കിയും പ്രവേശനോത്സവം വർണ്ണാഭമാക്കാൻ ഒരുങ്ങുകയാണ് കരുവാരക്കുണ്ട് പുൽവട്ട GLP സ്കൂൾ. മലയോര മേഖലയിലെ ഈ സ്കൂളിൽ ഇത്തവണ 150-ലേറെ പുതിയ കുട്ടികളാണ് ചേരുന്നത്. CV അനുമോദിന്റെ റിപ്പോർട്ട് കാണാം. പ്രവേശനോത്സവം അക്ഷരാർത്ഥത്തിൽ ഉത്സവമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സ്കൂളുകളൊക്കെ. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറത്തെ കരുവാരക്കുണ്ടിലാണ്. കരുവാരക്കുണ്ട് പുൽവട്ട GLP സ്കൂളിലെ ഒരുക്കങ്ങളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇവിടെ കുട്ടികളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ സ്കൂളിൻ്റെ ചുമരുകളൊക്കെ നല്ല ഭംഗിയുള്ള ചിത്രങ്ങളൊക്കെ വരച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം തീർക്കാനുള്ള ശ്രമങ്ങളാണ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ അവിടെ നാളെ പ്രവേശനോത്സവത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. ബലൂണുകളിലൊക്കെ കുത്തി നിർത്തി അതുപോലെ തന്നെ ഗിഫ്റ്റ് എല്ലാം പാക്ക് ചെയ്ത് അക്ഷരങ്ങൾ ലെറ്റേഴ്സൊക്കെ കട്ട് ചെയ്ത് വെച്ച് വളരെ രസകരമായിട്ട് കുട്ടികൾക്കൊക്കെ നാളെ വരുമ്പോൾ തന്നെ ഒരു സ്കൂളിലേക്ക് വരുന്ന ഒരു അന്തരീക്ഷത്തിൽ ഒരു പാർക്കിലേക്കോ അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏതൊരു സ്ഥലത്തേക്ക് വരുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ഈ ഒരു സാഹചര്യത്തെ മാറ്റാനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. നമ്മോടൊപ്പം ഹെഡ് ടീച്ചർ സൂസമ്മ ടീച്ചർ ചേരുന്നുണ്ട്. നല്ല ഒരുക്കങ്ങളാണോ ടീച്ചറെ? അതെ അതെ അതെ. ഇപ്പം കരുവാരക്കുണ്ട് പഞ്ചായത്ത് തല പ്രവേശനോത്സവം ഞങ്ങളുടെ സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പം അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മതിലുകളൊക്കെ അധ്യാപികമാർ തന്നെ പെയിൻറ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ചിത്രങ്ങളൊക്കെ വരച്ച് അവർക്ക് കൊടുക്കാനുള്ള സമ്മാനപ്പൊതികളും അതുപോലെ ബലൂണുകളും ക്യാപ്പുകളും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതോടൊപ്പം തന്നെ ഞങ്ങൾക്കൊരു സ്റ്റേജുണ്ട്. PTA മുൻകൈ എടുത്ത് നിർമ്മിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനവും നാളെ നടക്കുകയാണ്. അതുപോലെ ഒരു ചിൽഡ്രൻസ് പാർക്ക്, അപ്പോൾ അതിൻ്റെ ഒരു നവീകരിച്ച ചിൽഡ്രൻസ് പാർക്കാണ്. അതിൻ്റെ ഉദ്ഘാടനം കൂടി നാളെ നടത്തുകയാണ്. PTA പ്രതിനിധി നമ്മളിപ്പം ചേരുന്നുണ്ട്. സാധാരണ ഈ കരുവാരക്കുണ്ട് എന്ന് പറയുമ്പോൾ അറിയാം മലയോര മേഖലയാണ്, മലപ്പുറത്ത് നിന്ന് ഒരുപാട് ദൂരെയുള്ള ഏരിയയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇത്തവണ സ്കൂളിൽ PTA നേതൃത്വത്തിൽ ഒരുക്കുന്നത്? PTA നേതൃത്വത്തിലാണ് നമ്മളെ ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുപാട് ഒരുക്കിയിട്ടുണ്ട്. അതിലിപ്പോൾ പ്രധാനം എന്ന് പറഞ്ഞാൽ ഈ ഓഡിറ്റോറിയം പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ കുട്ടികൾക്ക് പരിപാടികൾ അവതരിപ്പിക്കാനും, കാരണം നിരന്തരം ഇപ്പോൾ പഴയ സാഹചര്യമല്ല, നമ്മുടെ കലാപരമായി പിന്നെ ഒരുപാട് കഴിവുകൾ വിദ്യാർത്ഥികൾ ഉയർത്തിക്കൊണ്ട് നമുക്കൊരു സ്റ്റേജിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളുമായി അതുപോലെ തന്നെ PTA വലിയൊരു സംഖ്യ കളക്ട് ചെയ്ത് അതിനൊരു സ്റ്റേഡിയം പിന്നെ ഒരു സ്റ്റേജ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ചെറിയ കുട്ടികൾക്ക് പ്രൈമറി കുട്ടികൾ ഇവിടെ ഉണ്ട്. അവർക്ക് പിന്നെ കളിക്കാനും കാര്യങ്ങളുമായിട്ടുള്ള ഒരു ചെറിയ കിഡ്സ് പാർക്കും ഞങ്ങൾ സൗകര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും സർക്കാർ പറയുന്ന രൂപത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഒരുക്കി നാളെ അവരെ വരവേൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ പൂർണ്ണ തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ആവേശത്തിലാണല്ലേ? എല്ലാ ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി. ഞങ്ങൾ നാളെ കുട്ടികളെ കാത്തിരിക്കുകയാണ്.
ഏകദേശം എല്ലാ ഒരുക്കങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ചെണ്ടമേളം, പുലിക്കളി തുടങ്ങി ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള പരമാവധി സംഗതികൾ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ തന്നെ ഹരിത ആണെന്നാണല്ലോ. അപ്പോൾ ആ അർത്ഥത്തിലുള്ള എല്ലാ സംഗതികളും ഞങ്ങൾ ഏകദേശം ഒരുക്കിയിട്ടുണ്ട്. ആണെങ്കിലും സ്കൂള് ഒരുങ്ങുകയാണ്. ഇനി കുട്ടികൾ വരിക, കുട്ടികളെ കരച്ചിലാവില്ല, കുട്ടികൾ സന്തോഷം കൊണ്ട് ആ കുട്ടികൾ ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും നാളെ ഇവിടെ ഉണ്ടാവുക. എന്നാണെങ്കിലും കരുവാരകുണ്ട് പുലിവട്ട സ്കൂളിലെ ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണ്. കരുവാരകുണ്ടിൽ നിന്നും CV അനുമോദ്, News 18. പലതരം ആശയങ്ങളിലൂടെയാണ് വിദ്യാലയങ്ങൾ കുരുന്നുകളെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്. അങ്ങനെ വ്യത്യസ്തമായ ഒരു ആശയമാണ് കോട്ടയം മാങ്ങാനം CMS LP സ്കൂളും കുരുന്നുകൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഒരുപാട് ലക്ഷ്യങ്ങളോടെയാണ് സ്കൂൾ ഈ ആശയം ആവിഷ്കരിച്ചിരിക്കുന്നത്. മാങ്ങാനം CMS LP സ്കൂളിലെത്തുന്ന കുരുന്നുകളെ കാത്തിരിക്കുന്നത് ഒരു നെടുനീളൻ വിമാനമാണ്. സ്കൂൾ ഭിത്തിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീണ്ടു നിൽക്കുന്ന വമ്പൻ വിമാനം. കേവലം ഒരു ചിത്രം വരയ്ക്കുക എന്നത് മാത്രമല്ല ഇതിന്റെ ഉദ്ദേശമെന്ന് ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഹെഡ്മിസ്ട്രസ് പറയുന്നു. കുട്ടികളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുക കൂടിയാണ് ലക്ഷ്യം. ഈ സ്കൂൾ ഇതൊരു ചെറിയ LP സ്കൂളാണ്. ഇവിടെ നിന്നും കിട്ടുന്നതായ ഈ അടിസ്ഥാനം ഇട്ട് കിട്ടുന്നതായ അറിവ് ഒരു വിമാനം പറന്നു ഉയരുന്നത് പോലെ ഉന്നതമായ അറിവിന്റെ മേഖലയിലേക്ക് കുഞ്ഞുങ്ങൾ എത്തിച്ചേരണം. ആ ഒരാശയത്തിൽ നിന്നാണ് ഇപ്രകാരം ഒരു തീരുമാനം ഉടലെടുത്തത്. സ്കൂളിനുള്ളിലെ ഭിത്തിയും വരകൾ കൊണ്ട് സമ്പന്നമാണ്. പാഠഭാഗങ്ങളാണ് ഇവയിലേറെ. കുട്ടികളും ഈ കാഴ്ചകളിൽ ഹാപ്പിയാണ്. വളരെ സന്തോഷമുണ്ട്. വലിയൊരു വിമാനത്തിന്റെ ചിത്രം വരച്ച് അതാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. വളരെ സന്തോഷം കണ്ടപ്പോൾ. ഈ പ്ലെയിനിൽ കയറി ഒരുപാട് ദൂരങ്ങളെത്താൻ ആഗ്രഹമുണ്ട്. എനിക്ക് ഈ സ്കൂള് പാഠം കണ്ടപ്പം എനിക്ക് സന്തോഷമായി. വിമാനത്തിൽ കയറണം, പിന്നെ വിമാനം ഓടിക്കണം, പിന്നെ പറന്നു പോകണം. സന്തോഷമായി ഈ പടം കണ്ടിട്ട്. ഒരു പൈലറ്റ് ആവണമെന്ന്. വെച്ചൂച്ചിറ CMS സ്കൂളിലെ അധ്യാപകൻ ബിപിനാണ് ചിത്രങ്ങൾ കൊണ്ട് സ്കൂൾ ഭിത്തി നിറച്ചത്. 8 ദിവസം കൊണ്ടാണ് വരകൾ പൂർത്തീകരിച്ചത്. ടീച്ചറിന്റെ മനസ്സിലൊരു വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു ക്യാൻവാസിൽ വിമാനം എന്നുള്ളൊരു കൺസെപ്റ്റ്. അതുകൊണ്ട് ആ കൺസെപ്റ്റ് അനുസരിച്ചാണ് ഇങ്ങനൊരു വോളാട്ട് ഇവിടെ ചെയ്യാൻ സാധിച്ചത്. ഇത് ഏകദേശം മൊത്തം 8 ദിവസം നീണ്ടു നിന്ന ഒരു വർക്കായിരുന്നു. കേവലം ചിത്രം വരയ്ക്കുക എന്നത് മാത്രമല്ല, ചില സ്വപ്നങ്ങൾ കൂടി CMS LP സ്കൂളിനുണ്ട്. തീർച്ചയായും സ്വപ്നമുണ്ട്. ഏറ്റവും വലിയൊരു സ്വപ്നമാണ് എൻ്റെ ഈ കുഞ്ഞുങ്ങളെയും ഉൾപ്പെടുത്തി ഒരു ഫ്ലൈറ്റ് ജേർണി എന്നുള്ളത് ഒരു വലിയൊരു ആഗ്രഹമാണ്. എന്തായാലും ചെറിയൊരു ആശയമാണ്. ഈ ആശയത്തിന് പിന്നിൽ ഒരുപാട് വലിയ ലക്ഷ്യങ്ങളും ഉണ്ട്. ഈ ലക്ഷ്യങ്ങളൊക്കെ ഈ കുരുന്നുകൾക്കും ടീച്ചറിനുമൊക്കെ സഫലമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം. ഇമ്മാനുവൽ തോമസിനൊപ്പം G ശ്രീജിത്ത്, News 18 കോട്ടയം. പുത്തൻ ഉടുപ്പണിഞ്ഞ ബാഗും തൂക്കി ആദ്യമായി മക്കൾ സ്കൂളിൽ പോകുന്ന കാഴ്ച മാതാപിതാക്കൾക്ക് നൽകുന്ന സന്തോഷം വളരെ വലുതാണ്. എന്നാൽ 4 മക്കൾ ഒരുമിച്ച് പോകുന്നത് കണ്ടാലോ? തിരുവനന്തപുരത്ത് ആക്കുളത്തുള്ള MGM സെൻട്രൽ പബ്ലിക് സ്കൂളിലേക്ക് പോകാനിരുങ്ങുകയാണ് കുരുന്നുകളുടെ ആവേശക്കാഴ്ചയിലേക്ക്. ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് ഒരേ ദിവസം പിറന്ന 4 കുരുന്നുകൾ. വിധാനും വിഹാനും വിയാനും വിവാനും. അറിവിന്റെ വെളിച്ചം തേടി അവർ യാത്ര തുടങ്ങുകയാണ്. അതിന്റെ ഒരുക്കങ്ങളിലാണ് ഒരു വീട് മുഴുവൻ. ആദ്യത്തെ സ്കാനിലൊക്കെ ട്വിൻസ് ആണെന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഫെർദർ സ്കാനിലൂടെയാണ് അറിഞ്ഞത് ക്വാഡ്രിപ്ലെക്സ് ആണെന്ന്. ആദ്യം ട്വിൻസ് എന്നൊക്കെ അറിയാം, കാരണം ഇത്രയും നാൾക്ക് ശേഷമല്ലേ കിട്ടുന്നത്. അത് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ട്രിപ്ലെക്സ് ആണെന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പം പിന്നെ ക്വാഡ്രിപ്ലെക്സ് ആണെന്ന് പറഞ്ഞ് സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഈ കൊറോണ സമയമൊക്കെ ആയിരുന്നു, പിന്നെ എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ, അപ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരും കൂടെ സപ്പോർട്ടും ഉണ്ട്. എല്ലാം പ്രഗ്നൻസി പീരീഡൊക്കെ സുഖമായിട്ട് പോയി. കോവിഡ് കാലത്ത് ജനിച്ചതുകൊണ്ട് തന്നെ പുറം ലോകം അത്ര പരിചിതമല്ല ഇവർക്ക്. അതിന്റെ ആശങ്കയും ഈ അമ്മയ്ക്കുണ്ട്.
എനിക്ക് കൊറോണ എഫക്റ്റഡായി എൻ്റെ കണ്ടീഷൻ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് മോശമായിപ്പോയി. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഹസ്ബൻഡായിരുന്നു. അപ്പോൾ ഈ 4 മക്കളെ വളർത്തി എൻ്റെ ഫ്രണ്ട്സായിരുന്നു. ഇവിടെ നിന്നൊന്നും ആർക്കും വരാനൊന്നും പറ്റിയിരുന്നില്ല. എൻ്റെ ഫ്രണ്ട്സാണ് ഇവരെല്ലാവരെയും അവരുടെ മക്കളെ പോലെ ഓരോരുത്തരെ നോക്കുമായിരുന്നു. ഒരു കുറവും അറിയിക്കാണ്ട് അവരെല്ലാവരും നോക്കുമായിരുന്നു. ഇവിടെ വന്നപ്പോഴാണെങ്കിലും ഹസ്ബൻഡ് അച്ഛനും അമ്മയും എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരുടെയും സപ്പോർട്ടും അവരുടെ ഫാമിലി എല്ലാവരുടെയും സപ്പോർട്ടും കൂടി ഇതുവരെ കൊണ്ടുവന്നു. എല്ലാവരുടെയും കൈകളും എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടായിരുന്നു. സ്കൂൾ ബാഗും റെയിൻകോട്ടുമൊക്കെ ഒരുപോലെ 4 മതിലുകളിൽ ഒതുങ്ങി നിന്ന ഇവരുടെ കളിയും ചിരിയും ഇനി ക്ലാസ് മുറിയിലേക്കും സ്കൂളിലേക്കും പടരും. അക്ഷരത്തിന്റെ പുതുലോകത്തേക്ക് ഇവർ ചേക്കേറുമ്പോൾ ജന്മത്തിന്റെ നൂലിഴ അവിടെയും മുറിയുന്നില്ല. അരുൺ പാലോടിനൊപ്പം ഐശ്വര്യാനിൽ, ന്യൂസ് 18 തിരുവനന്തപുരം. സിബിൽ സ്കോർ കുറഞ്ഞതിന്റെ പേരിൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കരുതെന്ന് ഹൈക്കോടതി. വിദ്യാഭ്യാസ വായ്പയ്ക്കുള്ള അപേക്ഷകൾ പരിഗണിക്കുമ്പോൾ ബാങ്കുകൾ മാനുഷിക സമീപനം സ്വീകരിക്കണമെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ നിർദ്ദേശിച്ചു. സാമൂഹിക പ്രവർത്തകൻ റസാഖ് പയമ്പ്രോട്ടിന്റെ ആത്മഹത്യയെ തുടർന്ന് വിവാദത്തിലായ പുളിക്കലിലെ പ്ലാസ്റ്റിക് പ്ലാന്റ് അടച്ചുപൂട്ടണമെന്ന ആവശ്യവുമായി CPM-ഉം രംഗത്ത്. പ്ലാന്റ് മുമ്പിൽ കൊടികുത്തി CPM ബോർഡും സ്ഥാപിച്ചു. CPM ഭരിക്കുന്ന പുളിക്കൽ പഞ്ചായത്ത് പ്ലാസ്റ്റിക് പ്ലാന്റിനെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു റസാഖ് പയമ്പ്രോട്ടലിന്റെ ആത്മഹത്യ. സംഭവത്തിൽ പഞ്ചായത്തിനെതിരെ പ്രതിഷേധം ശക്തമായതോടെയാണ് CPM ഏരിയ കമ്മിറ്റി തന്നെ പ്ലാന്റിനെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പ്ലാന്റിനെതിരെ പഞ്ചായത്തിന് നടപടിയെടുക്കാൻ കഴിയാതെ പോയത് നിയമക്കുരുക്കുകൾ കാരണമാണെന്നും അതിനെതിരെയാണ് CPM ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നുമാണ് ഏരിയ സെക്രട്ടറിയുടെ വിശദീകരണം. ജില്ലാ കളക്ടറുടെ ഫോറത്തിലേക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പല പരാതിയും നൽകിയിട്ടും ഇതുവരെ തീരുമാനമെടുക്കാനോ അതോടൊപ്പം തന്നെ ഒരു നടപടിയും എടുക്കാൻ സാധിക്കാത്ത വിധം നിയമങ്ങളുടെ ഒരു കുടുക്കിലാണ് LDF ഭരണസമിതി ഉള്ളത്. പ്ലാന്റ് അടച്ചുപൂട്ടണമെന്ന ആവശ്യവുമായി UDF-ന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ആരംഭിച്ചിരുന്നു. CPM-ന്റെ ഇപ്പോഴത്തെ നിലപാടിനെ പരിഹസിക്കുകയാണ് UDF. UDF ഭരണസമിതി ഒരു തവണ ലൈസൻസ് കൊടുക്കുകയും അത് വീണ്ടും പുതുക്കി നൽകി. 2020 ശേഷം അവർ ലൈസൻസിന് അപേക്ഷിച്ചിട്ടില്ല. 2021 ജനുവരി മുതലാണ് LDF-ന്റെ ഭരണസമിതി അധികാരത്തിൽ LDF-ന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വന്നിട്ടുള്ളത്. അതേസമയം ഫാക്ടറിക്കെതിരെ റസാഖ് പയമ്പ്രോട്ടലിന്റെ ഭാര്യ ഷീജ നൽകിയ പരാതി ക്രൈംബ്രാഞ്ച് DYSP അന്വേഷിക്കും. ന്യൂസ് 18 മലപ്പുറം. പ്രാദേശിക CPM നേതാക്കളുടെ എതിർപ്പ് മൂലം വ്യവസായ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നില്ലെന്ന പരാതിയുമായി വ്യവസായി. എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഫാൽക്കൺ ലോജിസ്റ്റിക്സ് ഏലൂർ നഗരസഭ നൽകിയ സ്റ്റോപ്പ് മെമ്മോയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. LDF ഘടകകക്ഷിയായ NCP മുൻ ദേശീയ സെക്രട്ടറി NA മുഹമ്മദ് കുട്ടിയാണ് പരാതിക്കാരൻ. കണ്ടെയ്നർ സ്റ്റേഷൻ നിർമ്മിക്കാനാണ് വ്യവസായിയും NCP നേതാവുമായ NA മുഹമ്മദ് കുട്ടി 23 വർഷം മുൻപ് വാങ്ങിയ സ്ഥലം മണ്ണിട്ട് നികത്താൻ തീരുമാനിച്ചത്. നിലം നികത്താൻ റവന്യൂ വകുപ്പിന് അനുമതിയുമുണ്ടായിരുന്നു. എന്നാൽ പ്രാരംഭ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ LDF ഭരിക്കുന്ന ഏലൂർ നഗരസഭ സ്റ്റോപ്പ് മെമ്മോ നൽകി. വ്യവസായ മന്ത്രിയെ സമീപിച്ചെങ്കിലും മറുപടി ലഭിച്ചില്ല. സ്ഥലം MLA വ്യവസായ മന്ത്രിയല്ലേ, അദ്ദേഹത്തിന് ഇടപെടണ്ടേ? ഇത് പറഞ്ഞിട്ടോ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് MLA ഒറ്റതിന് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അല്ല, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് ഇവരൊക്കെ. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് തുറന്നു വിടുക. കാരണം വേറൊന്നല്ല, നമ്മളെന്തിനാ ഞാൻ ചോദിക്കുന്നത്, ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കേണ്ടതാരാ? സർക്കാർ മുനിസിപ്പാലിറ്റിയാണ്. പാർക്കിങ്ങും ഈ ടോയ്ലറ്റ് ഫെസിലിറ്റി നിങ്ങൾ ഒന്നുകൂടെ കളമശ്ശേരി പോയി അന്വേഷിക്കുക. ഫാൽക്കൺ വരുന്നതിന് മുമ്പ് റോഡിലൂടെ നടന്നു പോകാൻ പറ്റില്ല. ഇവരെല്ലാം ഈ സൈഡിലാണ് നിത്യേന അത്യാവശ്യം കാര്യങ്ങൾ നടത്തിയിരുന്നത്. ഇപ്പോൾ റോഡ് സൈഡിൽ കൂടെ പോകാൻ, കാരണം ഇവർ വണ്ടി അവിടെ പാർക്ക് ചെയ്താലും അവിടെ ദൈനംദിന കാര്യങ്ങൾ ഇവിടെ വന്നിട്ടാണ് നടത്തുന്നത്. അപ്പം ഞാൻ വലിയ നഷ്ടം എനിക്ക്. കഴിഞ്ഞ കുറെ നാളുകളായി തന്റെ സ്ഥാപനത്തെ കളമശ്ശേരി മേഖലയിലുള്ള പ്രാദേശിക CPM നേതാക്കൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് മുഹമ്മദ് കുട്ടിയുടെ പരാതി. പ്രളയബാധിത മേഖലയായതിനാൽ നിലം നികത്തൽ അനധികൃതമാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഏലൂർ നഗരസഭ. ന്യൂസ് 18 കൊച്ചി.
കെ ഫോണിന്റെ ഉദ്ഘാടനത്തിന് 4.35 കോടി ചെലവിടുന്നത് ധൂർത്താണെന്ന് വി.ഡി. സതീശൻ. സർക്കാർ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈ ധൂർത്ത്. കെ ഫോണിന്റെ പേരിൽ 1500 കോടി രൂപ മുടക്കിയിട്ട് 10,000 പേർക്ക് പോലും ജോലി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അഴിമതി ആരോപണം ഉന്നയിച്ചാൽ കേരളത്തിൽ തീയിടുന്ന സ്ഥിതിയാണെന്നും ഉദ്ഘാടന പരിപാടിയോട് പ്രതിപക്ഷം സഹകരിക്കില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ശമ്പളം കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. നിരവധി പെൻഷനുകൾ മുടങ്ങിയിരിക്കുകയാണ്. വ്യാപകമായി സാക്ഷരതാ പ്രേരക ആത്മഹത്യ ചെയ്തു. ഓണറേറിയങ്ങൾ കൊടുക്കുന്നില്ല. വീണ്ടും ട്രഷറി നിയന്ത്രണം വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വരെ 10 ലക്ഷമായിരുന്നു, ഇപ്പോൾ 25 ലക്ഷം. 25 ലക്ഷത്തിന് മീതെ ഒരു ബില്ലും പാസ്സാവില്ല. സംസ്ഥാനത്തെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളും തടസ്സപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ദൂരത്തിന് വല്ല കുറവുണ്ടോ? ഒരു പുതിയ ഉത്തരവിറങ്ങിയിരിക്കുകയാണ്. കെ ഫോണിൻ്റെ ഉദ്ഘാടനത്തിന് 4,35,00,000 രൂപ ചെലവ്. ഈ ശങ്കരനാരായണ തമ്പി ഹാളിൽ നടക്കുന്ന ഒരു ഉദ്ഘാടനത്തിന് 4.5 കോടി രൂപ ചെലവ്. കെ ഫോണിൻ്റെ ഉദ്ഘാടനം ഇതിനു മുമ്പ് നടന്നതാണ്. അതിൻ്റെ സോഫ്റ്റ് ലോഞ്ചിങ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒന്നും ആകാതെ നടന്നതാണ്. ഇപ്പോഴും കെ ഫോൺ ഒന്നും ആയിട്ടില്ല. ഇപ്പോഴും കെ ഫോൺ ഒരു പരിപാടി ആയിട്ടില്ല. 10,000 പേർക്ക് പോലും ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുക്കാൻ പറ്റാത്ത കെ ഫോണിൻ്റെ ഉദ്ഘാടനത്തിന് 4.35 കോടി രൂപ ചിലവാക്കുകയാണ്. സർക്കാരിൻ്റെ 2ാം വാർഷികത്തിന് 124 കോടി രൂപ ചിലവാക്കി. ഈ സർക്കാരിൻ്റെ മുഖമുദ്ര ധൂർത്തും അഴിമതിയുമാണ്. ബ്രഹ്മപുരത്തെ മാലിന്യ കൂമ്പാരത്തിന് തീ കൊടുത്തതുപോലെ ഈ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലെ 3 ഗോഡൌണുകൾക്കും തീ കൊടുത്തതാണ്. അഴിമതിയാണ് അതിൻ്റെ പുറകിൽ. വ്യാപകമായ അഴിമതി, എക്സ്പയറി ആയിട്ടുള്ള മരുന്ന് വാങ്ങിച്ചതിലുള്ള അഴിമതി, കോടിക്കണക്കിന് രൂപയുടെ മരുന്ന് പർച്ചേസിൽ നടത്തിയിരിക്കുന്ന അഴിമതി, ഇതെല്ലാം മൂടിവെക്കാൻ വേണ്ടി, തെളിവുകൾ നശിപ്പിക്കാൻ, തൊണ്ടി നശിപ്പിക്കാൻ വേണ്ടി നടത്തിയ തീയിടലാണ്. കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നടന്ന പ്രസ്താവനകൾ അവ്യക്തമാണെന്ന് പ്രതിപക്ഷ നേതാവ്. വിഷയം അറിയാത്തതുകൊണ്ടാണ് പ്രതിപക്ഷം അഭിപ്രായം പോലും പറയാത്തത്. ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥനെ ധനകാര്യ മന്ത്രാലയത്തിൽ അയച്ചാൽ അറിയാനുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ. എന്തുകൊണ്ടാണ് സർക്കാർ അതിന് തയ്യാറാകാത്തതെന്നും വി.ഡി. സതീശൻ ചോദിച്ചു. സംസ്ഥാനത്തിന്റെ ധനകാര്യ വകുപ്പിനോ ധനകാര്യ മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ഏത് കാര്യത്തിലുള്ള കടമെടുപ്പ്, എന്തുകൊണ്ടാണ് കടമെടുപ്പിന്റെ പരിധി വെട്ടിക്കുറച്ചത് എന്ന് ചോദിച്ചാൽ അറിയില്ല. ഡൽഹിയിൽ ഇഷ്ടംപോലെ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ കേരള ഗവൺമെൻറ്റിന്. ചെല്ലും ചെലവും കൊടുത്ത് വേറെ 2 പേരെയും വെച്ചിട്ടുണ്ടല്ലോ കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ട്. ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് ഒരാളോട് ഡൽഹിയിൽ. സംസ്ഥാനത്ത് DGP റാങ്കിലെ 2 ഉദ്യോഗസ്ഥർ ഇന്ന് പടിയിറങ്ങുന്നു. S. അനന്തകൃഷ്ണൻ, B. സന്ധ്യ എന്നിവരാണ് സർവീസിൽ നിന്നും ഇന്ന് വിരമിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിമാർ ആകാതെയാണ് ഇരുവരുടെയും പടിയിറക്കം. തെറ്റു ചെയ്യാതെ പഴി കേൾക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് B. സന്ധ്യ പറഞ്ഞു. എങ്കിലും തനിക്ക് ലഭിച്ച ഓരോ അവസരവും അംഗീകാരങ്ങളായി കാണുന്നുവെന്നും പോലീസിന്റെ യാത്രാ പരേഡിൽ B. സന്ധ്യ പറഞ്ഞു. ഈ ജോലിയിൽ ഒരുപാട് റിസ്ക് ഉണ്ട്. ഇത് ധൈര്യവും നട്ടലുമുള്ളവർക്ക് മാത്രം യോജിച്ച ജോലിയാണ്. പലപ്പോഴും സ്വജീവൻ പണയപ്പെടുത്തി ജോലി ചെയ്യേണ്ടി വന്നിട്ടുമുണ്ട്. പോലീസ് സേനയിലെ മിക്ക ആളുകൾക്കും ഉണ്ടായ അനുഭവം തെറ്റു ചെയ്യാതെ പഴി കേൾക്കേണ്ടി വരിക എന്നത് എനിക്കും ഉണ്ടായിട്ടുണ്ട്. ജോലിയോടനുബന്ധിച്ചുള്ള സമ്മർദ്ദങ്ങൾ പലപ്പോഴും വളരെ വലുതായി അനുഭവിക്കേണ്ടിയും വന്നിട്ടുണ്ട്. ഇട്ട യൂണിഫോമിൽ 48 മണിക്കൂർ വരെ നിന്ന് പ്രവർത്തിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്രയൊക്കെ കഷ്ടപ്പെട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ പോലീസ് സർവീസ് എനിക്ക് നൽകിയ ഓരോ അവസരവും വിലമതിക്കാനാവാത്തതായി ഞാൻ കരുതുന്നു. പോലീസിൽ ലഹരി ഉപയോഗമുണ്ടെന്ന് സ്ഥിരീകരിച്ച് എക്സൈസ് കമ്മീഷണർ S. അനന്തകൃഷ്ണൻ. ലഹരിയിൽ നിന്ന് പോലീസ് കുടുംബാംഗങ്ങൾ മുക്തമല്ലെന്നും DGP S. അനന്തകൃഷ്ണൻ പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥരുടെ മക്കൾക്കിടയിലും ലഹരി മരുന്നിന് അടിമകളായവരുണ്ടെന്ന കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ K. സേതുരാമന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് DGP അനന്തകൃഷ്ണന്റെ പരാമർശവും. കൊട്ടാരക്കരയിലെ ഡോക്ടർ വന്ദനയുടെ കൊലപാതകം. അപ്പോൾ അതിൽ നമ്മുടെ പോലീസ് സേനാംഗങ്ങൾ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് പലതരത്തിലുമുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനം പലരുടെയും വ്യംഗ്യത്തിൽ ഉള്ളത് അവിടെ നിന്ന് സേനാംഗങ്ങൾ സ്വന്തം ജീവൻ കൊടുത്തും ആ ഒരു അപകടം ഒഴിവാക്കണമായിരുന്നു എന്നതാണ്. അത് നമ്മളൊക്കെ ചിന്തിച്ച് നമ്മുടെ മനസ്സിൽ ഉത്തരം കണ്ടെത്തേണ്ട ഒരു പ്രശ്നമാണ്. അതിന് സമാനമായ മറ്റൊരു കാര്യം, 2 ദിവസത്തിനകത്ത് നമ്മുടെ ഒരു സഹപ്രവർത്തകൻ ജോബി ജോർജ് എന്ന് പറയുന്ന ഒരാൾ വളരെ സാധാരണമായ ഒരു പോലീസ് നടപടിക്കിടയിൽ മരണത്തിലേക്ക് വഴുതി വീഴുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്.
നമ്മൾ എങ്ങനെയാണ് ഈ സാഹചര്യങ്ങളിൽ പ്രതിപ്രവർത്തിക്കേണ്ടതെന്നുള്ളത് പോലീസ് സേന എന്നുള്ള നിലയിലും പോലീസ് സേനയിലെ അംഗങ്ങളെന്നുള്ള നിലയിലും എപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വെല്ലുവിളി നമ്മുടെ മുമ്പിൽ എത്തുന്നതെന്ന് നമുക്ക് പറയാനൊക്കില്ല. അപ്പോൾ അതിന് നമ്മൾ ശാരീരികമായും മാനസികമായും സജ്ജരായിരിക്കേണ്ട ആവശ്യമാണ്. കോഴിക്കോട് 400 ഗ്രാം MDMAയുമായി 2 പേർ പിടിയിലായി. കൊണ്ടോട്ടി സ്വദേശി നൌഫൽ, ഫറോക്ക് സ്വദേശി ജംഷീദ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ബംഗളൂരുവിൽ നിന്നെത്തിച്ച MDMA കോഴിക്കോട് വിതരണം ചെയ്യാനായിരുന്നുവെന്നാണ് നീക്കം. ഇവർ ലഹരി ഒളിപ്പിച്ചു കടത്തിയ ലോറിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. നാർക്കോട്ടിക് സെൽ ACPക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിനിടെ അക്രമിയുടെ കുത്തേറ്റ് കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനാദാസിന്റെ കുടുംബത്തിന് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. 25 ലക്ഷം രൂപയാണ് ധനസഹായം പ്രഖ്യാപിച്ചത്. ഇന്നു ചേർന്ന മന്ത്രിസഭാ യോഗത്തിൻ്റെതാണ് തീരുമാനം. തിരുവനന്തപുരം KMSCL തീപിടുത്തം അണയ്ക്കാനുണ്ടായ ശ്രമത്തിനിടെ മരിച്ച ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ രഞ്ജിത്തിന്റെ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രമുഖ ഭാഷാ പണ്ഡിതനും എഴുത്തുകാരനുമായ ഡോക്ടർ വെള്ളായണി അർജുനൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പത്മശ്രീ പുരസ്കാര ജേതാവാണ്. മഹാത്മാഗാന്ധി സർവകലാശാല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ഡയറക്ടർ, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻസൈക്ലോപീഡിയ ആൻഡ് പബ്ലിക്കേഷൻ ഡയറക്ടർ, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാംഗ്വേജ് ഡയറക്ടർ, സാക്ഷരതാ മിഷൻ ഡയറക്ടർ തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട്. 40ഓളം പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ്. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീടിന് യോഗ്യത നേടിയ ക്യാൻസർ ബാധയായ യുവതിയെയും സുഖമില്ലാത്ത കുഞ്ഞുങ്ങളെയും തഴഞ്ഞ് ആലപ്പുഴ തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ. യോഗ്യതാ ലിസ്റ്റ് മറികടന്ന് മറ്റൊരാൾക്ക് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പണം അനുവദിച്ചു. 4-ാം വാർഡിൽ താമസിക്കുന്ന മഹേശ്വരിയും കുടുംബവുമാണ് വഞ്ചനയ്ക്കിരയായത്. ന്യൂസ് 18 അന്വേഷണം. മാർച്ച് 3-ന് പഞ്ചായത്തിൽ നിന്ന് വിതരണം ചെയ്ത ലിസ്റ്റ് പ്രകാരം മഹേശ്വരി വീട് അനുവദിച്ചവരുടെ പട്ടികയിൽ 152ാമത്തെ ആളാണ്. പട്ടികയിൽ 150 വരെയുള്ളവർക്ക് ഉടൻ പണം അനുവദിക്കൂ എന്ന അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് അവസരത്തിനായി ഈ കുടുംബം കാത്തിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ലിസ്റ്റ് പ്രകാരം 153ാമത് അവസരമുള്ളയാൾക്ക് പണം ലഭിച്ചതായി ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. എനിക്ക് സുഖമില്ലാത്തതാണ്. ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. കുഞ്ഞിനാണെങ്കിലും കുടൽ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് മിക്കപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ്. എന്നിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു മഴ വന്നപ്പോൾ നമുക്ക് കിടക്കാനോ പിടിക്കാനോ ഒന്നും നടക്കുന്നില്ല. ഞങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് എൻ്റെ വീട്ടിലൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പല സ്ഥലങ്ങളിലായിട്ടാണ് ഇപ്പോൾ താമസിച്ചു പോരുന്നത്. എനിക്ക് മുമ്പ് ഒരാൾക്കും കിട്ടാനുണ്ട്, എനിക്കും കിട്ടാനുണ്ട്. ഞങ്ങൾ 2 പേര് കവർ ചെയ്തിട്ടാണ് 3ാമതൊരാൾക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇപ്പം ഇത്രയും ഈ ഒരു അവസ്ഥയിൽ ഒരു ഷെഡും ഉണ്ടാവത്തില്ല. കാര്യം നമുക്കിപ്പോൾ ഇതായിട്ടൊന്നും ചെയ്യാനായിട്ട് നമ്മളെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടൊന്നും നടക്കുന്നില്ല. തുടർന്ന് വാർഡ് മെമ്പർ സ്വപ്ന നടത്തിയ അന്വേഷണത്തിൽ 153ാം നമ്പറുകാരിയായ ബിന്ദുവിന് യോഗ്യത മറികടന്ന് ഉദ്യോഗസ്ഥർ പണം അനുവദിച്ചുവെന്ന് ബോധ്യപ്പെട്ടു. വിഷയം പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ചയായതോടെ മറ്റൊരു ലിസ്റ്റുണ്ടെന്ന വാദവുമായി വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എത്തി. എന്നാൽ ഈ ലിസ്റ്റ് പഞ്ചായത്തിൽ ഇതുവരെ വിതരണം ചെയ്യപ്പെട്ടിട്ടില്ല. പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ആ ലിസ്റ്റ് എല്ലാം ഞങ്ങൾക്ക് ഇപ്പം വാട്സപ്പ് ചെയ്ത് തന്നത്, പഞ്ചായത്തിൽ തന്നത് കഴിഞ്ഞപ്പോഴത്തേക്കാണ്. അതെ 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 അതിന് മുന്നേ നമുക്കറിയില്ല. നമ്മുടെ ഇത് വെച്ച് 152ാമത്തെ ലിസ്റ്റാണ് ഈ മഹേശ്വരിയുടേത്. പക്ഷെ നമ്മൾ വാർഡ് മെമ്പർമാർ അറിഞ്ഞിരിക്കണം ഇപ്പം ഇങ്ങനെ ലിസ്റ്റ്. ഇപ്പം ഞാനത് കമ്മിറ്റി പറഞ്ഞപ്പോഴാണ് പറയുന്നത് 150 വരെയാണ് എടുത്തേക്കണം ഈ പുതിയൊരു ലിസ്റ്റിന്റെ കാര്യം. അല്ലാണ്ട് നമുക്കറിയില്ലായിരുന്നു. പുതിയ ലിസ്റ്റ് പ്രകാരവും യോഗ്യത അട്ടിമറിക്കപ്പെട്ടാണ് പണം നൽകിയിട്ടുള്ളത്. എന്നാൽ ഇങ്ങനെ സംഭവിക്കില്ലെന്നാണ് ലൈഫ് മിഷൻ ജില്ലാതല ഓഫീസർ പൊൻസിനിയുടെ പ്രതികരണം. നമ്മളിപ്പോ ജനറൽ കാറ്റഗറിയാണ് അവര്. നമ്മൾക്കിപ്പോ ഫണ്ട് ആയിട്ടേ ഉള്ളൂ. അല്ല, ഇവര് കഴിഞ്ഞുള്ള ആളുകൾക്ക് എങ്ങനെ കിട്ടിയത് പൈസ? ഇവര് ഇല്ല അങ്ങനെ കിട്ടിയിട്ടില്ല. അത് അവര് പറയുന്നതാണ്. ഞാനത് ഇപ്പം പരാതി വന്നത് വെച്ചിട്ട് അതകത്ത് തന്നെ വിളിച്ചിട്ട് ഞാനത് കൺഫേം ചെയ്തിട്ടുണ്ട്. അവര് 149 നമ്പര്. പൊളിഞ്ഞു വീഴാറായ ഒറ്റമുറി വീട്ടിലാണ് തൈറോയിഡ് ക്യാൻസർ ചികിത്സയിലിരിക്കുന്ന മഹേശ്വരിയും കുടൽ പിരിഞ്ഞു പോകുന്ന രോഗമുള്ള ചെറിയ കുഞ്ഞുൾപ്പെടെയുള്ള കുടുംബവും ജീവിക്കുന്നത്. ഒരേ വാർഡിലെ 2 പേരിൽ ഒരാൾക്ക് പണം കിട്ടുകയും മറ്റൊരാൾക്ക് ലഭിക്കാതെ വരികയും ചെയ്തതുകൊണ്ട് മാത്രമാണ് തട്ടിപ്പ് പുറത്തു വന്നത്.
അല്ലെങ്കിൽ അറിയിപ്പ് ലഭിക്കാതെ യഥാസമയം രേഖകൾ ഹാജരാക്കാത്തയാളായി മഹേശ്വരിയും ഈ കുഞ്ഞുങ്ങളും അധികാരികളുടെ വഞ്ചനയ്ക്കും സ്വജനപക്ഷപാതത്തിനും ഇരയായേനെ. യോഗ്യതാ ലിസ്റ്റ് മറികടന്ന് എങ്ങനെയാണ് മറ്റൊരാൾക്ക് പണം ലഭിച്ചതെന്ന് വിശദീകരിക്കേണ്ടത് തണ്ണീർമുക്കം പഞ്ചായത്ത് അധികൃതരും ലൈഫ് മിഷൻ ഉദ്യോഗസ്ഥരുമാണ്. മഹേശ്വരിയുടെയും ഈ കുഞ്ഞുങ്ങളുടെയും ദുരവസ്ഥ കണ്ടിട്ടും മുഖം തിരിച്ച ഉദ്യോഗസ്ഥർക്ക് മനസ്സാക്ഷിയില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴ തണ്ണീർമുക്കം കട്ടച്ചിറയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5585 രൂപ, പവന് 44,680 രൂപ, വെള്ളി ഗ്രാമിന് 77, കിലോയ്ക്ക് 77,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,692 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. 5 മണി വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.